ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ക്യാബേജ് കൊണ്ടുള്ള ഒരു വിഭവമാണ് ആക്കുന്നത്. അപ്പോൾ ഈ ക്യാബേജ് നമ്മൾ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ സവോള ഇത്തിരി ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആവിയിൽ ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ വേവിച്ചെടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാബേജ് ഫ്രിഡ്ജിൽ ഇരുന്ന് നല്ല ഹാർഡായി, അതുകൊണ്ടാണ്. അതിനുശേഷം അത് ചൂടാറുമ്പോൾ അതിലേക്ക് കുറച്ച് മൈദ, അത് 2-3 സ്പൂൺ, അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മൈദയും പിന്നെ കടലമാവും പിന്നെ 2-3 സ്പൂൺ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റാക്കാൻ പോകുന്നത്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കും. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ചേർക്കണം. പിന്നെ ചില്ലി സോസാണ് പിന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് മല്ലിയിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ബോളാക്കി എടുക്കുക. എന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയാൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അതിൽ ബാലൻസ് ഉള്ളതും കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തേക്ക്, അതായത് ഡിന്നറിന് ചപ്പാത്തിക്കൊപ്പോ അപ്പത്തിൻ്റെ ഒപ്പോ അങ്ങനെയൊക്കെ കഴിക്കാനായിട്ടും നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടി വേറൊരു പാനിൽ സവോളയും പച്ചമുളകും ഒക്കെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നന്നായി വാടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു. കുറച്ച് ടൊമാറ്റോ സോസ്, അതുപോലെ കുറച്ച് സോയാ സോസ്, ഇതെല്ലാം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അതിലേക്ക് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടി നന്നായി മിക്സാക്കുക. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം കേട്ടോ. അങ്ങനെ അത് മിക്സായി വരുന്ന സമയത്ത് നന്നായി ഇങ്ങനെ സോട്ടാക്കി വരണം. അത് നന്നായി ഒന്ന് വാടി അതിൻ്റെ പച്ചമണമൊക്കെ പോകണം. അതിന് ശേഷം നമുക്ക് കുറച്ച് അതിലേക്ക് സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ അത് ആദ്യം ചേർത്തു. അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവറാണ് പിന്നെ കലക്കി അതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ കോൺഫ്ലവർ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് തിക്കാവും. അപ്പോൾ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് ചെറിയ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നമ്മുടെ ഗ്രേവി നമുക്ക് എത്ര വേണോ അതനുസരിച്ച് നമുക്ക് ആക്കാം. ഉപ്പിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇടയ്ക്ക് ഉപ്പൊന്ന് നോക്കണം. നമ്മൾ വെള്ളം ഒഴിക്കും തോറും ഉപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ മാറ്റി വെച്ച ബോൾസുകൾ അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കിയിട്ട് നല്ല നമുക്ക് എത്ര ഗ്രേവി വേണം, നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് ആ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കത് ഗ്രേവി തിക്കാക്കി എടുക്കാം കേട്ടോ. അധികം തിക്കില്ലാത്ത ഗ്രേവി വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. പിന്നെ ലൂസായിട്ടുള്ള ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ മല്ലിയിലേക്ക് തൂകി അടിപൊളിയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.